സ്റ്റുഡൻസ്, ഇന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിലെ 6th ചാപ്റ്റർ ആയ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ്? എന്താണ് മാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലേ? അപ്പൊ ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്നുള്ളതാണ് കേട്ടോ ഇത്. Following are the accounts of sea voyages of some eminent travelers of different periods. Read carefully. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്രയാത്രകളെ കുറിച്ച് ഉള്ള ഒരു വിവരണങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അല്ലെ. ഇവ ശ്രദ്ധയോടെ വായിക്കുമല്ലോ. വോയേജ് എന്ന് പറഞ്ഞാൽ സമുദ്രയാത്രക്കാണ് വോയേജ് എന്ന് പറയാം കേട്ടോ. ലാൻഡിലൂടെ ഉള്ള യാത്ര എന്താണ്? ട്രാവൽ എന്ന് പറയാ. സീ വോയേജ് എന്നാണ് എന്ത് പറയാ? വോയേജസ് അല്ലെ. സമുദ്രത്തിലൂടെയുള്ള യാത്രക്ക് അല്ലെ, വെള്ളത്തിലൂടെയുള്ള യാത്രക്കൊക്കെ വോയേജസ് എന്നാണ് പറയാ. ഓക്കെ, ക്രിസ്റ്റഫർ കൊളംബസ് അല്ലെ. ഫസ്റ്റത്തെ ആളാരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ക്രിസ്റ്റഫർ കൊളംബസ് ആരാന്ന് അല്ലെ. നോക്കാം. ക്രിസ്റ്റഫർ കൊളംബസ് വാസ് ബോൺ ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ലനോവ, presently northwestern Italy, in the 15th century. He was a well-known sailor and explorer. He came to know about the natural resources of India and started his first voyage in search of India through the Atlantic Ocean in 1492 AD. In order to know the route, Columbus and his team traveled with a large leather-wrapped globe on which places were marked. They also used another such sphere to mark the location of stars. But Columbus lost his route and reached some islands near the North American continent. This was because of the lack of accurate maps and other navigational aids. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റിപ്പബ്ലിക് കൊളംബസ് വാസ് ബോൺ ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ലെനോവ അല്ലെ. ഇപ്പോഴത്തെ നോർത്ത് വെസ്റ്റേൺ ഇറ്റലിയിൽ 15th സെഞ്ചുറിയിലാണ് ഈ ക്രിസ്റ്റഫർ കൊളംബസ് ജനിക്കുന്നത് അല്ലെ. എന്താണ് പറഞ്ഞത്? 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, ഇന്നത്തെ എന്താണ് നോർത്ത് വെസ്റ്റേൺ ഇറ്റലി അല്ലെ, അവിടെ ജനിച്ചു. നാവികനായിരുന്നു അല്ലെ, പര്യവേഷകൻ എന്നീ നിലകളിൽ എന്താണ് പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു അല്ലെ. ഈ പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെ കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തന്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് എന്ത് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നു അല്ലെ. അക്കാലത്ത് മാപ്പും തൊന്നും ഇല്ലായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് വഴി അറിയുന്നതിനായിട്ട് വലിയ ഗോളം എന്താക്കി എർത്തായിട്ട് കണക്കാക്കിയിട്ട് അല്ലെ, എന്താ ഒരു തുകൽ കൊണ്ട് ഒരു തൊലു കൊണ്ട് എന്താണ് പൊതിഞ്ഞിട്ട് എന്താണ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് എന്ത് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നു അല്ലെ. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. വേറൊരു ഗോളം ഏതാണ്? നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളം ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴി തെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ഐലൻഡിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വഴി കാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം അല്ലെ. അങ്ങനെ ഇന്ത്യ തെരഞ്ഞു പോയതാണ് അല്ലെ. ഇന്ത്യ നല്ല പ്രകൃതി വൈഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടി ഈ ക്രിസ്റ്റഫർ കൊളംബസ് എന്താക്കിയത്? യാത്ര പുറപ്പെട്ടത് അല്ലെ. പക്ഷെ വഴി തെറ്റിയിട്ട് എവിടെ എത്തിയത്? വഴി തെറ്റിയിട്ട് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് എത്തിയിരിക്കുന്നത് അല്ലെ. അടുത്തുള്ള സം ഐലൻഡിലാണ് ഈ ക്രിസ്റ്റഫർ എത്തിയത്. ഓക്കെ, അന്നൊന്നും ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പോ വേറെ എന്തെങ്കിലും നാവിഗേഷണൽ എയ്ഡ്സ് ഒന്നും ഇല്ലാതെയാണ് അന്ന് യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് വഴി തെറ്റിയത് അല്ലെ. നോക്കൂ, ഫെർഡിനാൻഡ് മെഗല്ലൻ. ആരാണ് ഈ ഫെർഡിനാൻഡ് മെഗല്ലൻ എന്നുള്ളത്? ഫെർഡിനാൻഡ് മെഗല്ലൻ വാസ് ബോൺ ഇൻ ദ 16th century in northern Portugal in Europe with an unquenchable quest to travel around the world. The Portuguese explorer Magellan and his team started their voyage from Europe in September 1519 അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മെഗല്ലൻ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് ജനിച്ചത് അല്ലെ. മെഗല്ലൻ എവിടെയാണ് ജനിച്ചത്? 16th സെഞ്ചുറിയിൽ നോർത്തേൺ പോർച്ചുഗലിൽ, യൂറോപ്പിലുള്ള നോർത്തേൺ പോർച്ചുഗലിലാണ് എന്താക്കിയത്? ജനിച്ചത് അല്ലെ. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ എന്താക്കി? യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു അല്ലെ. ഭയങ്കര ആഗ്രഹമാണ് എന്ത്? ലോകം ചുറ്റി സഞ്ചരിക്കുക അല്ലെ. അതുകൊണ്ട് എന്താക്കി 1519 അല്ലെ, ഇത്ര വർഷങ്ങൾക്ക് മുമ്പാന്ന് ആലോചിക്കേ.
ആ ടൈമിൽ എന്താക്കി, യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പരിവേഷകനായ ഈ മെഗല്ലനും കൂട്ടരും എന്താക്കി, കപ്പൽ യാത്ര ആരംഭിച്ചു അല്ലെ. Their aim was to travel through Atlantic Ocean and the Pacific Ocean and to return to Europe. അവരുടെ എന്താണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. അതായിരുന്നു അവരുടെ എയിം അല്ലെ. എന്താണ്, ട്രാവൽ ത്രൂ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ ആൻഡ് ടു റിട്ടേൺ ടു യൂറോപ്പ്. ഇതായിരുന്നു അവരുടെ എയിം അല്ലെ. They used maps prepared in the 16th century to know the exact location of continents. When the journey prolonged for years, this content arose among them. When they reached the Philippines island in the Pacific Ocean, they had a war with the inhabitants of a Mactan island and Magellan was killed in the war. എന്താണ് അവിടെ പറയുന്നത്, അങ്ങനെ ലക്ഷ്യം എന്തായിരുന്നു, സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് ഓഷ്യൻ പിന്നിട്ട് യൂറോപ്പിൽ തന്നെ തിരിച്ചെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലെ. ഈ വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മാപ്പ് ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി അല്ലെ. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടില്ലേ, വഴിയൊക്കെ തെറ്റിപ്പോയില്ലേ. അതുകൊണ്ട് വർഷങ്ങൾ നീണ്ടതോടെ എന്തായി, കപ്പൽ തന്നെ കച്ചറയായി അല്ലെ. പസഫിക് ഓഷ്യൻ പിന്നിട്ട് ഫിലിപ്പീൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയ ഇവർ എന്താക്കി, അവിടുത്തെ മക്ടാൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു അല്ലെ. അവിടെ എത്തിയത് എന്താണ്, ഫിലിപ്പീനിലാണ് എത്തിയല്ലേ. അവിടുത്തെ ദ്വീപുവാസികളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും മക്ടാൻ ദ്വീപുവാസികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു അല്ലെ. Those who survived returned to Europe in September 1522 അല്ലെ. Those who survived, അതിന് രക്ഷപ്പെട്ടവർ അല്ലെ, ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു അല്ലെ. കപ്പലിൽ ബാക്കിയായവർ എന്തായി, 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത് അല്ലെ. In an age when there were no detailed maps or other facilities to know the exact route, it took 3 years for them to travel around the world അല്ലെ. അപ്പൊ എന്താണ്, വിശദമായ ഭൂപടങ്ങളോ വഴി അറിയാനുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു അല്ലെ. അന്ന് ഭൂപടങ്ങളോ അതൊന്നും ഇല്ല അല്ലെ. അപ്പൊ അക്കാലത്ത് അവർക്ക് എന്താക്കി, ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു അല്ലെ. Let Commander Abhilash Tomy അല്ലെ. ആരാണ്, the Indian sailor Abhilash Tomy was born at തൃപ്പൂണിത്തുറ in the എറണാകുളം district of Kerala. എന്താണ്, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. He set out on a sea voyage around the world from Mumbai in November 2012, overcoming many challenges en route. He traveled around the world and returned to the shores of Mumbai on 31st March 2013. It was with the help of accurate maps and the other modern instruments that he could complete his journey around the world in about 150 days without losing his way. എന്താണ്, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിലാണ് ജനിച്ചത് അല്ലെ. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പല വിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴി തെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി വരാൻ അദ്ദേഹത്തിനായത് അല്ലെ. അപ്പൊ ഇദ്ദേഹം 150 ദിവസം കൊണ്ട് എന്താക്കി, ഇയാള് ഭൂമി മൊത്തം ചുറ്റി തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താണ്, ഓരോരുത്തരും പോയല്ലോ അന്ന് കാലത്ത് ഭൂപടം എന്താണ്, മാപ്പിന്റെ ഇതൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു അല്ലെ. അതുകൊണ്ട് എന്താണ്, ചിലര് വഴിതെറ്റിപ്പോയി, ചിലര് വഴിതെറ്റിയെടുത്ത് പിന്നെ 3 വർഷം കഴിഞ്ഞാലാണ് തിരിച്ചെത്തുന്നത് അല്ലെ. അപ്പം വഴിയും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് മാപ്പിൽ ഉണ്ടായതുകൊണ്ട് ഒരു കറക്റ്റ് ആയിട്ട് എന്തായി 150 ദിവസം കൊണ്ട് എന്താക്കി, വഴിയൊന്നും തെറ്റാതെ കറക്റ്റ് ആയിട്ട് ഭൂമി ചുറ്റി വന്നു അല്ലെ. ആരാണ്, കമാൻഡർ അഭിലാഷ് ടോമി അല്ലെ. It is astonishing to note that Columbus and Magellan made prolonged voyages when there were no maps or other sophisticated equipments to help them in navigation. It should be clear to you that with the help of accurate and detailed maps and the modern technology, one can travel around the world without losing the way. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തേതുപോലെ
ഉള്ള ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്താണ് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിന്റെയും മെഗല്ലന്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ് അല്ലെ. എന്താണ് ഇന്നത്തെ പോലെ നമുക്കിപ്പോ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാപ്പ് കൊണ്ട് എടുത്താൽ മതി അല്ലെ. ഫോണിലോട്ട് ഗൂഗിൾ മാപ്പ് അങ്ങ് വെച്ചാൽ മതി അല്ലെ, നമുക്ക് വേഗം പോയി വരാം അല്ലെ. അപ്പൊ ഇന്നത്തെ പോലെ എന്താണ് അന്ന് എന്താണ് ഭൂപടങ്ങളോ അല്ലെ, ഭൂപടവും ഇല്ലായിരുന്നു അന്ന്. ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് എന്താ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിന്റെയും മെഗല്ലന്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ് അല്ലെ. ലോകത്തെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴി തെറ്റാതെ ലോകം ചുറ്റി തിരിച്ചെത്താം എന്ന് മനസ്സിലാക്കിയല്ലോ അല്ലെ. അപ്പൊ ലോകത്തെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഒക്കെ സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വഴി തെറ്റാതെ എന്താക്കുക, ലോകം ചുറ്റി തിരിച്ചെത്താം അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്. അങ്ങനെയാണ് ഈ മാപ്പിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം അല്ലെ. നമുക്കിപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് അല്ലെ എന്താണ് മാപ്പിന്റെ പ്രാധാന്യം അല്ലെ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് അല്ലെ. മാപ്സ് ആർ ഇമ്പോർട്ടന്റ് ടൂൾസ് ഫോർ ജിയോഗ്രഫേഴ്സ് അല്ലെ. എന്താണ് ഭൂമിശാസ്ത്രക്കാരന്റെ പ്രധാന ഉപകരണമാണ് എന്ത്, ഭൂപടം അല്ലെ. ഭൂമിശാസ്ത്രക്കാരന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ തന്നെ അല്ലെ. ഇപ്പൊ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കണം അല്ലെ. കറക്റ്റ് വഴിയൊന്നും അറിയില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കറക്റ്റ് പേഴ്സന്റിൽ എത്തിപ്പെടാൻ കഴിയും അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് മാപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇവിടെ എന്താണ് മാപ്സ് ആർ ഇമ്പോർട്ടന്റ് ടൂൾസ് ഫോർ ജിയോഗ്രഫേഴ്സ് അല്ലെ. ഭൂമിശാസ്ത്രക്കാരന്റെ പ്രധാന ഉപകരണമാണ് എന്ത്, ഭൂപടം അല്ലെ. യു ക്യാൻ ഇലിസ്ട്രേറ്റ് യുവർ ക്ലാസ് റൂം, സ്കൂൾ ആൻഡ് ഇറ്റ്സ് പ്രിമൈസസ് ആൻഡ് യുവർ ലൊക്കാലിറ്റി ഓൺ എ പേപ്പർ. Similarly, any place on the earth can be illustrated on a paper. True representation of the features of Earth's surface on a two-dimensional plane is called a map. It is believed that maps were in use for centuries, but they were not as accurate as modern maps. എന്താണ് ഈ ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം അല്ലെ. നിങ്ങളുടെ ക്ലാസ് മുറി, സ്കൂൾ പരിസരം, നിങ്ങൾ താമസിക്കുന്ന പ്രദേശം എന്നിവ ഒരു കടലാസിൽ നിങ്ങൾ വരയ്ക്കാൻ നോക്കുക, വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ ഈ ഭൗമോപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കാവുന്നതാണ് എന്ത്, ാണ് അല്ലെ. ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലെ. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് എന്ത്, മാപ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഭൂപടങ്ങളുടെ ഇത്തരത്തിലുള്ള ട്രൂ റെപ്രസെന്റേഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫേസ് ഓൺ എ ടു ഡയമെൻഷണൽ പ്ലെയിൻ ഈസ് കോൾഡ് മാപ്പ് അല്ലെ. എന്താണ് ഇത്തരത്തിലുള്ള വരയ്ക്കുന്ന ആ ചിത്രീകരണത്തെയാണ് എന്ത്, ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നുണ്ട് അല്ലെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എന്താ മാപ്സ് ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നുണ്ട് അല്ലെ. എന്നാൽ ഇവ എന്താണ് ഇന്നത്തേത് പോലുള്ള വ്യക്തവും കൃത്യമായ ഭൂപടങ്ങളായിരുന്നില്ല. അന്നൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇന്നത്തേത് പോലെ എന്താ വ്യക്തവും കൃത്യവുമായ മാപ്സ് അല്ലായിരുന്നു അല്ലെ. Maps showing the detailed information about the Earth's features have become inevitable in the modern world. Today, different types of maps are used in different fields. അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്ന മാപ്സ് ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ മാപ്പ് ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ക്യാൻ യു ഐഡന്റിഫൈ ദ ഫീൽഡ്സ് വെയർ മാപ്സ് ആർ യൂസ്ഡ്? ഏതെല്ലാം മേഖലകളിലാണ് ഈ മാപ്പ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കണ്ടെത്താമോ? എന്താണ് ലേണിംഗ് ജോഗ്രഫി അല്ലെ. നമുക്ക് ഭൂമിശാസ്ത്ര പഠന മേഖലയിൽ നമുക്ക് ഈ മാപ്സ് ഉപയോഗിക്കാം അല്ലെ. ഡിഫൻസ് പ്രതിരോധ മേഖല, ടൂറിസം വിനോദസഞ്ചാര മേഖല, അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണ മേഖല, പിന്നെന്താ ട്രാൻസ്പോർട്ട് അല്ലെ, ഗതാഗത മേഖല അല്ലെ. നമ്മളൊക്കെ ട്രാൻസ്പോർട്ടിൽ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് അത്. In order to learn various concepts, different types of maps are used in your textbook. Try to identify them. എന്താണ് നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ വിവിധ പാഠഭാഗങ്ങളുടെ പഠനത്തിനായി എന്താണ് എത്ര ഭൂപടങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പരിശോധിക്കൂ. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ തന്നെ വിവിധ പാഠഭാഗങ്ങളുടെ പഠനത്തിനായി എന്താണ് എത്ര മാപ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പരിശോധിക്കുക. ഓക്കെ, let us examine who else other than students and teachers use maps അല്ലെ. വിദ്യാർത്ഥികളും അധ്യാപകരും അല്ലാതെ മറ്റാരൊക്കെയാണ് നിത്യജീവിതത്തിൽ മാപ്പ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെ, വ്യവസായികൾ, ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ, പൈലറ്റ് അല്ലെ, പൈലറ്റ്സ്, ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ് അല്ലെ, കപ്പിത്താന്മാർ അല്ലെ. പിന്നെ ആരൊക്കെയാ അത് എഴുതുക. For what purpose do they use maps? Do they use the same map for different purpose? Discuss.
അല്ലെ? മേൽ സൂചിപ്പിച്ചവർ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? ഈ മേലെ എന്താണ് സൂചിപ്പിച്ചവരല്ലേ, ഇൻഡസ്ട്രിയൽസും ഹിസ്റ്റോറിയൻസും പൈലറ്റ്സും ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്സ് ഒക്കെ, അവരൊക്കെ ഈ മാപ്സ് ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കാം? Do they use the same map for different purpose? Discuss. പല ആവശ്യങ്ങൾക്കായി ഒരേ തരം എന്താണ് മാപ്പാണോ ഇവർ ഉപയോഗിക്കുന്നത്? ചർച്ച ചെയ്യുക. ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ പ്രിപ്പയർഡ് ഫോർ വേരിയസ് പർപ്പസ്. അല്ലെ? എന്താണ്? വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധങ്ങളായ മാപ്സ് ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ? Let us have a look at maps and their importance. എന്താണ്? ഇത്രയേറെ പ്രാധാന്യമുള്ള മാപ്സിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലെ? എന്താണ് ഹിസ്റ്ററി ഓഫ് മാപ്സ്? അല്ലെ? ഹിസ്റ്ററി ഓഫ് മാപ്സ്. ആ ഭാഗം ടീച്ചർ എന്താണ് അടുത്ത ഭാഗത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി വായിക്കുക കേട്ടോ. മെഗല്ലനും പിന്നെ അതുപോലെ കൊളംബസും അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അവരിതൊക്കെ നന്നായി പഠിക്കുക, വായിക്കുക കേട്ടോ. അപ്പൊ ടീച്ചർ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇത് നന്നായി പഠിക്കുക. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.